താമരശ്ശേരിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 45 പവൻ മോഷ്ടിച്ച കേസിൽ മുഴുവൻ പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കേസിലാകെ 3 പ്രതികളാണുള്ളത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഒന്നാം പ്രതി നവാഫ്, ഇയാളുടെ സഹോദരൻ തലയ്ക്കൽ നിസാർ, ഒളവണ്ണ കൂത്താട്ടുപാറ നസീറ മൻസിലിൽ മുഹമ്മദ് നിഹാൽ എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. മോഷണം നടത്തി ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു. കൂടാതെ ലഹരിമരുന്ന് ഉപയോഗവും ഉണ്ടായിരുന്നു. ആർഭാട ജീവിതം നയിക്കുന്ന വിവരം നാട്ടുകാരിൽ നിന്നാണ് പോലീസ് അറിഞ്ഞത്. ഇതോടെ നവാഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 20 പവനോളം സ്വർണം നിസാറിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള മോഷണ മുതലുകൾ പ്രതികൾ വിൽപ്പന നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരിയിലെ റെന ഗോൾഡ് ജ്വല്ലറിയുടെ ലോക്കർ പൊളിച്ച് കഴിഞ്ഞ ദിവസം 24-നായിരുന്നു കവർച്ച നടത്തിയത്. CCTV ക്യാമറയിൽ പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷം ലോക്കർ മുറിച്ചായിരുന്നു സ്വർണം കവർന്നത്. ഒന്നാം പ്രതി നവാസിനെ 7-ന് പുലർച്ചെ താമരശ്ശേരി പള്ളിപ്പുറത്തെ വാടക വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. സഹോദരൻ പിടിയിലായതറിഞ്ഞ് നിസാർ ഒളിവിൽ പോയി. ഇയാൾ കൊടുവള്ളിയിലുള്ള ഭർത്തൃമതിയായ യുവതിയോടൊപ്പം ഒളിവിൽ കഴിയുകയായിരുന്നു. യുവതിയെ കാണാതായതിന് കൊടുവള്ളി പോലീസ് കേസെടുത്തിരുന്നു. ജ്വല്ലറിയുടെ പുറകിലുള്ള റോഡിൽ 200 മീറ്റർ മാറിയാണ് നവാഫും നിസാറും താമസിച്ചിരുന്നത്. കവർച്ചയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവർ സ്ഥലം മാറിപ്പോയതാണ് സംശയത്തിന് ഇടയാക്കിയത്. നവാഫിനെതിരെ 2020-ൽ മൊബൈൽ മോഷണം നടത്തിയതിന് കേസുണ്ട്. നവാഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മൂന്നാം പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയത്. ഭാര്യയോടൊപ്പം കഴിഞ്ഞിരുന്ന ഇയാൾ സ്വന്തം വീട്ടുകാരോടും ഭാര്യ വീട്ടുകാരോടും വിദേശത്തെന്നാണ് പറഞ്ഞത്. നവാഫ് പിടിയിലായതോടെ രക്ഷപ്പെട്ട നിസാറും നിഹാലിന്റെ അടുത്തെത്തി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്.